എല്ലാവർക്കും മാളൂസ് പാരഡൈസിലേക്ക് സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യണം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു അസിഡിറ്റി ടെസ്റ്റ് അഥവാ pH എക്സ്പെരിമെന്റ് ആണ്. കുട്ടികളാണ് അത് ചെയ്യുന്നത്. ഇതിനായിട്ട് എന്താ വേണ്ടത് എന്ന് നമുക്ക് നോക്കാം. വയലറ്റ് ക്യാബേജ് ചോപ്ഡ് 2 കപ്പ്, വാട്ടർ 4 കപ്സ്, സ്ട്രെയിനർ, ഷാംപൂ, ബേക്കിംഗ് സോഡ, വിനീഗർ, ലൈം, ഷുഗർ ആൻഡ് പ്ലെയിൻ വാട്ടർ. ഈ ക്യാബേജ് 4 കപ്പ് വെള്ളമായിട്ട് മിക്സ് ചെയ്ത് നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇത് കഴിഞ്ഞാൽ ഈ സൊല്യൂഷൻ നമുക്ക് ഒരു സ്ട്രെയിനറിൽ വെച്ച് സ്ട്രെയിൻ ചെയ്ത് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കണം. നമുക്ക് എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്യാം. Namaskaram. Today we're going to do a red cabbage pH experiment. We're going to use cabbage and water and then blend it to make cabbage juice. So I have baking soda. What do you have? I have vinegar. This is the baking soda I used. So I'm going to pour water up to here. Use these to mix our items and even the water. We're going to mix the cabbage solution into our materials. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ബേക്കിംഗ് സോഡ ഒരു ബ്ലൂയിഷ് ഗ്രീൻ ആയിട്ടാണ് മാറിയിരിക്കുന്നത്. വിനീഗർ അതേസമയം ഒരു പിങ്കും ഒരു ലെഫ്റ്റ് റൈറ്റ് റെഡ് പോലത്തെ ഒരു കളറായിട്ടാണ് മാറിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ബേക്കിംഗ് സോഡ എന്താ അഞ്ജലി? Baking soda turns bluish or greenish, and it's a basic. And what about you, Milu? Vinegar and the juice turn into a pinkish reddish kind of color. And what is that? Is it acidic or basic? Acidic. Oh, good. This time I have sugar solution and shampoo. What do you have? I have lemon juice mixed with water and I have plain water. We're going to mix the cabbage juice into our cups. This is a sugar solution and it turned purple because it is neutral. This is shampoo and it turned magenta because it's little acidic. This is the lemon juice and it turned pinkish reddish because it is an acid. This is the plain water and it turned like a purplish color because it's neutral. നമുക്കിവിടെ എന്താ ഉണ്ടായെന്ന് നോക്കാം. റെഡ് ക്യാബേജിൽ ഒരു വാട്ടർ സോലുബിൾ പിഗ്മെന്റ് ഉണ്ട്. അത് അസിഡിക് സൊല്യൂഷൻ ആയിട്ട് മിക്സ് ചെയ്യുമ്പോൾ റെഡ് കളറായി മാറും. അതുപോലെ ആൽക്കലൈൻ അല്ലെങ്കിൽ ബേസിക് സൊല്യൂഷൻ ആയിട്ട് മിക്സ് ചെയ്യുമ്പോൾ അത് ബ്ലൂവിഷ് ഗ്രീൻ ആയിട്ട് മാറും. അങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഏത് സൊല്യൂഷൻ അസിഡിക് ആണോ ബേസിക് ആണോ എന്ന്. ഇവിടെ നമ്മൾ എടുത്തിരുന്നത് ബേക്കിംഗ് സോഡ, ഷുഗർ, ഷാംപൂ, ലെമൺ, വാട്ടർ ആൻഡ് വിനീഗർ ആണ്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് സൊല്യൂഷൻ സെലക്ട് ചെയ്തിട്ട് ഈ റെഡ് ക്യാബേജ് സൊല്യൂഷൻ എടുത്ത് മിക്സ് ചെയ്ത് അത് അസിഡിക് ആണോ ബേസ് ആണോ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ നമ്മൾ ബേക്കിംഗ് സോഡയുടെ സൊല്യൂഷൻ എടുക്കുകയാണ്, ലെമൺ സൊല്യൂഷൻ എടുക്കുകയാണ്. ബേക്കിംഗ് സോഡ ബേസ് ആണ്, ലെമൺ അസിഡിക് ആണ്. അപ്പൊ ആസിഡും ബേസും തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക നോക്കാം. കണ്ടില്ലേ, വയലറ്റ് കളർ ആയിട്ടാണ് മാറുന്നത്. അതായത് അത് ആസിഡും ബേസും തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ ന്യൂട്രൽ സൊല്യൂഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. നമുക്കിതുപോലെ ടെസ്റ്റ് ചെയ്യാം. Hope you guys enjoyed! Try this experiment at home! Bye bye! Malus Paradise! Yay! നമുക്കിനി ബ്ലൂപ്പേഴ്സ് നോക്കാം. അഞ്ജലി, മില്ലു എവിടെ പോയി? ബൈ ബൈ പറയണ്ടേ? Bye! Take this! No.
താഴെ വീണോ? Stuck in it. Look, I got stuck in it. Oh God. Well, that is interesting. അപ്പോൾ എല്ലാവർക്കും ഈ എക്സ്പെരിമെന്റ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് എക്സ്പെരിമെന്റ്സ് ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി എല്ലാ സപ്പോർട്ടിനും.